ഹലോ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേമിയ പായസത്തിലിടുന്ന ചൗരി വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാൻ പോവാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ചൗരി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിലാണ് ചൗരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൗരി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൗരി നോക്കിയിട്ട് മേടിക്കുക. ഇനി അതിനെ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ അതിനെ നികർക്കെ വെള്ളം വരത്തക്ക രീതിയിൽ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ നമുക്കിതിനെ ഒന്ന് കുതിരാനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്നോന്നറിയാൻ വേണ്ടി ഇതേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊടിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ അരമുറി എടുത്തിട്ട് അതിനെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ 2ാം പാലാണ്. 1ാം പാൽ ഞാൻ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന ചൗരിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. നല്ല കണ്ണാടി പോലെ ആയി വരും. അപ്പോൾ അതുവരെ നമ്മളിതിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേങ്ങാപ്പാലും ഇതും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഒരുവിധം നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ടൊരു 15 മിനിറ്റ് അങ്ങനെ തന്നെ ആ ചൂടിൽ തന്നെ ഇത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയപ്പോഴത്തേക്ക് തന്നെ അത് നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ശർക്കര വേണം. അപ്പോൾ ഞാൻ നേരത്തെ ചൗരി എടുത്ത ആ ഗ്ലാസ്സിൽ 1 കപ്പ് അളവിലാണ് ശർക്കര ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കര പിന്നെ കല്ലും അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലും ചൗരിയും കൂടെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലപോലെ അത് ചൗരിയിൽ നല്ലതുപോലെ ശർക്കര പിടിച്ച് കിട്ടും നമുക്ക്. അപ്പോൾ അടിപൊളി പായസമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ചൗരിയല്ലേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കും. പക്ഷേ കിഡിലും ടേസ്റ്റാണ്. അത് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അത്ര എനിക്ക് അങ്ങോട്ട് ഭയങ്കര ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കുറുകിപ്പോവും. പിന്നെ നമ്മൾ ശർക്കര വെച്ചിട്ട് ഇങ്ങനത്തെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ആ ശർക്കരയുടെ ഓവർ ഒരു കുത്തൽ, അങ്ങനത്തെ ഒരു കുത്തൽ ടേസ്റ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. കറക്റ്റ് ഒരു ഇതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ 1ാം പാൽ ഒഴിക്കുന്നത്. 1ാം പാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായി. അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ചൂടിൽ തന്നെ നമ്മുടെ 1ാം പാൽ നല്ലതുപോലെ വെന്ത് യോജിച്ച് വന്നോളും. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം തേങ്ങാപ്പാൽ 1ാം പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ തിളപ്പിക്കുകയില്ല. അതുകൊണ്ടിട്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1ാം പാൽ ഒഴിച്ചത്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ കാഷ്യൂ, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക.
അത് നോക്കി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്